So this is our fourth module, stereochemistry and polymer chemistry. Stereochemistry and polymer chemistry. Polymer chemistry എന്താണെന്ന് നമുക്കറിയാം. പോളിമേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. Then what is stereochemistry? എന്താണ് stereochemistry? അറിയോ? Stereochemistry, it is the study of static and dynamic aspects of the three-dimensional shapes of molecules. Stereochemistry is the study of the static and dynamic aspects of the three-dimensional shapes of molecules. മോളിക്യൂളിന്റെ ത്രീ ഡയമെൻഷണൽ ഷേപ്പ് ഉണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇമേജ് ത്രീ ഡയമെൻഷണൽ ഷേപ്പ് ആണത്. അങ്ങനെ മോളിക്യൂളിന്റെ ത്രീ ഡയമെൻഷണൽ ഷേപ്പിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ സ്റ്റീരിയോകെമിസ്ട്രി. അത് ഏതൊക്കെ സ്റ്റേറ്റിലായിരിക്കുമ്പോഴാ? ഈ മോളിക്യൂൾ ഇൻ മോഷൻ ആണെങ്കിലും ഡയനാമിക്സിലാണെങ്കിലും സ്റ്റാറ്റിക്കിലാണെങ്കിലും സ്റ്റേഷനറി ആയി നിൽക്കുമ്പോഴാണെങ്കിലും ഉള്ള ആ മോളിക്യൂളിന്റെ ത്രീ ഡയമെൻഷണൽ സ്റ്റഡിയാണ് സ്റ്റീരിയോകെമിസ്ട്രി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ആൻഡ് dynamic aspects of the three-dimensional shapes of molecules. Okay. Then isomerism. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞിരുന്നല്ലേ? ഓക്കെ. ദിയ ടി എം. Yes, ma'am. എന്താണ് ഐസോമറിസം? What is isomerism? Same structure, Change in position. ഐസോമറിസം എന്തോന്ന് സിമിലർ ആണ്, എവിടെയാണ് ചേഞ്ച് വരുന്നത്? എവിടെയായിരുന്നു? Formula. മോളിക്കുലർ ഫോർമുലയിലെ സിമിലാരിറ്റി ആണോ ചേഞ്ച് ആണോ? Similarity. ഓക്കെ. ദെൻ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, ഡിഫറൻസ് വരുന്നത് എവിടെയാ? Structure. യെസ്, സ്ട്രക്ചറിലോ അല്ലെങ്കിൽ അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിലോ ആണ് ഡിഫറൻസ് വരുന്നത്. യെസ് ദിയ, ഗുഡ്. So what is isomerism? It is the phenomenon where compounds have same molecular formula but different structural formula. Compounds having same molecular formula but different structural formula exhibit isomerism. Due to difference in structural formula, they have different physical and chemical properties. Due to difference in the structure, these compounds, means isomers, have different physical and chemical properties. And the compounds exhibiting isomerism are known as isomers. എന്താണ് ഐസോമറിസം? മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കുകയും സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെന്റ് ആയിരിക്കുകയും ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഐസോമേഴ്സ്. They are having compounds having same molecular formula but different structural formula. Okay. ഇനി ഈ സ്ട്രക്ചറൽ ഫോർമുലയിലുള്ള ഡിഫറൻസ് കാരണം they have different physical and chemical properties. ഇങ്ങനെ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ചു പറയാം, ഐസോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനൻ ആണ് ഐസോമറിസം. ഐസോമേഴ്സ് ആർ ദ കോമ്പൗണ്ട്സ് എക്സിബിറ്റിംഗ് ഐസോമറിസം, ഓർ isomerism is the phenomenon exhibited by isomers. Then how does it occur? It arises due to different structural and spatial arrangements. മോളിക്യൂളിന് സെയിം മോളിക്കുലർ ഫോർമുല ആണെന്ന് പറഞ്ഞു അല്ലേ? ഇനി എന്തുകൊണ്ടാണ് ഈ ഐസോമറിസം ഒക്കർ ചെയ്യുന്നത്? ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഡിഫറെന്റ് സ്ട്രക്ചറൽ ഓർ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. ആ മോളിക്യൂളിന്റെ
സ്ട്രക്ചറിലുള്ള കാർബൺ ചെയിനിന്റെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് കൊണ്ടോ അല്ലെങ്കിൽ 3 ഡയമെൻഷനലി എങ്ങനെയാണത് ഓറിയന്റ് ചെയ്യുന്നത്? സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. 3 ഡയമെൻഷണൽ സ്പേസിൽ ആ മോളിക്യൂളിന്റെ ആറ്റംസും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണ് ഐസോമറിസം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡ്യൂ ടു ഡിഫറെന്റ് സ്ട്രക്ചറൽ ഓർ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ്. എത്ര ടൈപ്സ് ഐസോമറിസം ഉണ്ട് സരിക? 2 types. ഏതൊക്കെയാണ്? Structural യെസ്, സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമറിസം. Isomerism can be divided into two: structural isomerism and stereo isomerism. ആ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കാട്ടോ. ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ ഐസോമറിസത്തിനെ കുറിച്ച് എഴുതാൻ വന്നൊരു ക്വസ്റ്റ്യൻ 2015 സ്കീമിന്റെ, അതായത് നമ്മുടെ സിലബസ് 2019 അപ്ഡേറ്റ് ചെയ്തു. ആ അപ്ഡേഷന് മുമ്പ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഐസോമറിസത്തിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെക്കുക. ഐസോമറിസം is divided into two: structural and stereo. അതിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. And we know this. Which are the different types of structural isomerism? Chain isomerism, positional isomerism, functional group isomerism, metamerism and tautomerism. Ring chain isomerism നമുക്കില്ല കേട്ടോ. ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ, മെറ്റാമറിസം ആൻഡ് ടോട്ടോമറിസം. 1 2 3 4 5 5എണ്ണാണുള്ളത്. അതിൽ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? 1 2 3 1 2 3. ആദ്യത്തെ 3 അറിയായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ. ഷാസേ, ഷാസ്, Yes, ma'am. ഷാസേ, ചെയിൻ ഐസോമറിസം എന്താണ്? What do you mean by chain isomerism? എവിടെയാണ് സിമിലാരിറ്റി വരുന്നത്, എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? Arrangement difference വരുന്നു. നീ ആ വേർഡ് നോക്കിയിട്ട് പറ. ചെയിൻ ഐസോമറിസം. ചെയിൻ ഐസോമറിസം, അതിലാണ് ഡിഫറൻസ് വരുന്നത്. എവിടെയാണോ ഡിഫറൻസ് വരുന്നത് അതുപോലെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഷാസ കിട്ടിയോ? ഷാസ, ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയാം. സെയിം സ്ട്രക്ചർ ആണോ ഐസോമറിസം അല്ലെങ്കിൽ ഐസോമേഴ്സ്? സ്ട്രക്ചർ ആണോ സെയിം? മോളിക്കുലർ ഫോം. മോളിക്കുലർ ഫോർമുലയാണ് സെയിം. ചെയിൻ ഐസോമറിസത്തിലാണെങ്കിലും മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും അല്ലെ? ഇനി ഡിഫറൻസ് വരുന്നത് ഏതിലാണ്? ആ പേരൊന്ന് നോക്കിക്കേ. ചെയിൻ ഐസോമറിസം എവിടെയാ ഡിഫറൻസ് വരുന്നത്? യെസ്, ഓക്കെ ഷാസ്. സോ ചെയിൻ ഐസോമറിസം എന്ന് പറയുന്നത് അത് ഐസോമേഴ്സ് ആണ്. ഐസോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഫിനോമെനൻ ആണ്. കാർബൺ ചെയിനിലാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ,
കാർബൺ ചെയിനിലാണ് ഡിഫറൻസ് വരുന്നത്. Then what about positional isomerism? Saina? Yes, ma'am. What do you mean by positional isomerism? എവിടെയാണ് സിമിലാരിറ്റി വരുന്നത്, എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? കാർബൺ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ആരുടെ പൊസിഷൻ ആയിരിക്കും അത് പറയാൻ കഴിയുമോ? പൊസിഷനിലാണ് ചേഞ്ച് വരുന്നത്, ആരുടെ പൊസിഷനിലായിരിക്കും? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയോ ബ്രാഞ്ചിന്റെയോ, ആ കാർബൺ ചെയിനിൽ വരുന്ന ബ്രാഞ്ചിന്റെയോ പൊസിഷനിലാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ സൈന, ഈ പൊസിഷണൽ ഐസോമർസത്തിന് സിമിലർ ആയിട്ടുള്ള എന്തായിരിക്കും? ഓക്കെ, പൊസിഷൻ ഡിഫറെന്റ് ആണ്, ബട്ട് സിമിലർ ആയിട്ടുള്ളത് യെസ്, പൊസിഷണൽ ഐസോമേഴ്സിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. കാർബൺ ചെയിനിന്റെ ബ്രാഞ്ചസിൽ വരുന്ന പൊസിഷനിലോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിലോ ആണ് ഡിഫറൻസ് വരുന്നത്. Then ആർദ്ര? യെസ് മാം. ഫങ്ഷണൽ ഐസോമേഴ്സ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഡിഫറെന്റ് ആയിരിക്കും. യെസ്, അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പറയണല്ലോ. മോളിക്കുലർ ഫോർമുല കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല. compounds having same molecular formula. Yes, Adra, okay. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആണെങ്കിൽ ആ പേര് പോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിലാണ് ഡിഫറൻസ് വരുന്നത്, അതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. അപ്പൊ ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് അറിയാം, ഇനി ബാക്കിയുള്ള രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? നോക്കാം. So what is structural isomerism? Two or more compounds have same but there is structural isomerism. This is the phenomenon exhibited by structural isomers. And എന്താണ് ഈ structural isomers? They are compounds having same molecular formula but different structures. എല്ലാ പേരിലും ഉണ്ട് അല്ലേ? സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണെങ്കിൽ സ്ട്രക്ചറിലാണ് ഡിഫറൻസ് വരുന്നത്, ഐസോമേഴ്സ് ആയതുകൊണ്ട് they have same molecular formula. പിന്നെ നമ്മൾ പറഞ്ഞു, due to difference in structure, they differ in chemical and physical properties. And there are 5 types of structural isomerism. ഈ രണ്ട് കോമ്പൗണ്ട്സും ഐസോമേഴ്സ് ആണോ? എങ്ങനെ ചെക്ക് ചെയ്യാം? രണ്ട് കോമ്പൗണ്ട്സ് എന്നാൽ അത് ഐസോമേഴ്സ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? They will have same molecular formula. ആ രണ്ട് കോമ്പൗണ്ട്സിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും അല്ലെ? ചെക്ക് ചെയ്യാലോ. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ഈ ഒരു രണ്ട് കോമ്പൗണ്ട്സിലും? എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? ഇവിടെയാണെങ്കിൽ 2 കാർബൺ ഉണ്ട്, 1 2. Then 6 hydrogen are there. 6 hydrogen atoms are there. C2H6O. Only 1 oxygen atom. C2H6. C2H6O. Then what about this compound? ആ സെക്കൻഡ് കോമ്പൗണ്ടിലും 2 കാർബൺ ആറ്റംസ് ആണ്, 6 ഹൈഡ്രജൻ ആറ്റംസ് ആണ്, 1 ഓക്സിജൻ ആണ്. So it is also C2H6O. They are compounds having same molecular formula, that is C2H6O, but they differ in structure. But അവരുടെ ഡിഫറൻസ് വരുന്നത് സ്ട്രക്ചറിലാണ്. So they are structural isomers. നമ്മൾ പറഞ്ഞല്ലോ സ്ട്രക്ചറൽ ഐസോമറിസം 5 ടൈപ്സ് ഉണ്ട്. ഏതാണ് ഈ 5 ടൈപ്സ്? ചെയിൻ ഐസോമറിസം or skeletal isomerism. These are isomers
ഷാസ് പറഞ്ഞു. These are isomers differ in structure of carbon chains. ഞാൻ നിങ്ങളോട് പറഞ്ഞത് കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല എന്ന് പറയണം എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ അത് പറഞ്ഞിട്ടില്ല. They are compounds having same molecular formula എന്ന് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും പറയാതിരുന്നേ? ബിക്കോസ് ഓൾറെഡി ഇവിടെ ഐസോമേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഐസോമേഴ്സിന് സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ഡെഫിനിഷനിൽ സെയിം മോളിക്കുലർ ഫോർമുല എന്നുള്ള ടേം ഇല്ലാത്തത്. They are isomers differ in structure of carbon chains and are known as chain isomers or skeletal isomers. ആ ഫിനോമിനെ പറയുന്ന പേരാണ് ചെയിൻ ഐസോമറിസം അല്ലെങ്കിൽ സ്കെൽട്ടൽ ഐസോമറിസം. Then examples. എക്സാമിന് ഇനി ടൈപ്സ് ഓഫ് ഐസോമറിസം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതണം? ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഐസോമറിസം ചോദിക്കുകയാണെങ്കിൽ 5 ടൈപ്സ് ഉണ്ട്. അതിലെ ഓരോ ടൈപ്പിന്റെയും പേര് എഴുതുക, അതിനെ ഡിഫൈൻ ചെയ്യുക, എന്താണ് ആ ഐസോമറിസം എന്നെഴുതുക. എന്നിട്ട് അതിനൊക്കെ ഓരോ എക്സാമ്പിളൂടെ പറയാം. ഓക്കെ, this is the chain isomerism exhibited by the compound having molecular formula C5H12. C5H12 എന്നുള്ള മോളിക്കുലർ ഫോർമുലയുള്ള കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന ചെയിൻ ഐസോമറിസം ആണ് ഈ കാണിച്ചിരിക്കുന്ന 3 എണ്ണം. What do you mean by chain isomerism? Phenomenon exhibited by compounds having same molecular formula but difference in carbon chain. അല്ലെ, ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയാൽ അതിൽ ലീനിയർ ആയിട്ട് കാർബണിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പെൻറ്റെയിൻ, നോർമൽ പെൻറ്റെയിൻ ആണെങ്കിൽ കാർബണിനെ 5 കാർബണിനെയും ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് കോമ്പൗണ്ടിലാണെങ്കിൽ 1, 2 സെക്കൻഡ് കാർബണിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലെ. സെക്കൻഡ് കാർബണിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, അതിലൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് 2-methyl butane. പിന്നെ ഈ ചെയിനിലാണെങ്കിൽ 4 കാർബണേ ഉള്ളൂ. ആദ്യത്തെ കോമ്പൗണ്ടിൽ 5 കാർബൺ ഒരു ചെയിനിലായിരുന്നു. സെക്കൻഡ് കോമ്പൗണ്ടിലാണെങ്കിൽ 4 കാർബണിൽ ഒരു ചെയിനിലും അതിലെ സെക്കൻഡ് കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവന്റും. സോ ഇത് രണ്ടും ചെയിൻ ഐസോമേഴ്സ് ആണ്. ബിക്കോസ് C5H12 എന്നുള്ള മോളിക്യൂളാണ് 2 എണ്ണവും, പക്ഷേ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്. സോ ദേ ആർ ചെയിനിൽ ഡിഫറൻസ് ഉണ്ട്, കാർബൺ ചെയിനിന്റെ അറേഞ്ച്മെന്റിൽ ഡിഫറൻസ് ഉണ്ട്. സോ ദേ ആർ ചെയിൻ ഐസോമേഴ്സ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് തേർഡ് കോമ്പൗണ്ട്? തേർഡ് കോമ്പൗണ്ടിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ആ ലീനിയർ ചെയിനിൽ 3 കാർബൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ സെന്ററിലുള്ള സെക്കൻഡ് കാർബണിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ദാറ്റ് ഈസ് 2,2-dimethyl propane. നമുക്ക് 5 കാർബണിനെയും 12 ഹൈഡ്രജനെയും എങ്ങനെയൊക്കെ ഓറിയന്റ് ചെയ്യാം, അതാണ് ഈ ചെയിൻ ഐസോമറിസം. So these are the chain isomers of the compound C5H12. ക്ലിയർ ആണോ? യെസ് ആണെങ്കിലും നോ ആണെങ്കിലും പറയാം. ഓക്കെ, ഇന്ന് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യട്ടെ. ദിസ് ഇസ് യുവർ വർക്ക്. ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ബ്യൂട്ടൈനിന് എത്ര ചെയിൻ ഐസോമേഴ്സും പോസിബിൾ ആണ്? ഹൗ മെനി ചെയിൻ ഐസോമേഴ്സ് ഡസ് ബ്യൂട്ടൈൻ ഹാവ്? ബ്യൂട്ടൈനിന്റെ ചെയിൻ ഐസോമേഴ്സ് എത്ര എണ്ണം പോസിബിൾ ആണ്, അത് ഏതൊക്കെയാണ്? അക്ഷയ, ഈ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് എത്ര കാർബൺ ആണ്? 4. അതിന്റെ സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ? സിംഗിൾ ബോണ്ട്. യെസ്, എയിൻ ആണല്ലേ. ഓക്കെ അക്ഷയ, ബ്യൂട്ടാണ്, അതുകൊണ്ട് 4 കാർബൺ ആണ്.
എയിൻ ആണ്, സോ സിംഗിൾ ബോണ്ട്. അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിന്റെ ആൻസർ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. 4 കാർബൺ ഉള്ള കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള കോമ്പൗണ്ടിന് എത്ര ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണ്? ഓക്കെ, അതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇത് ബ്യൂട്ടൈൻ അല്ല, ബ്യൂട്ടീൻ ആണ്. ബ്യൂട്ടീൻ means 4 carbon with a double bond. There are 4 carbon atoms and there is a double bond because it is ene. Butylene ആണ്. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 കാർബൺ ആറ്റംസ് ആണ്. ENE ഉണ്ട്, അതുകൊണ്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 4 കാർബൺ ആറ്റവും ഡബിൾ ബോണ്ടും വരുന്ന കോമ്പൗണ്ടിന് എത്ര ചെയിൻ ഐസോമേഴ്സ് പോസിബിൾ ആണ്? 1 butene, 2 butene and 2 methyl propionine. ആ നെയിമിങ് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 1 butene എന്താണ്? 4 കാർബൺ ആറ്റംസിനെ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. 4 കാർബൺ ആറ്റത്തിനെയും ഒരു ലീനിയർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരുന്നു. ഇതാണ് 1 butene. ഇനി ഈ ഡബിൾ ബോണ്ടിനെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണിന്റെ ഇടയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. സെക്കൻഡ് കോമ്പൗണ്ട് 4 കാർബൺ ആറ്റംസ് ഉള്ള സെയിം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ള കോമ്പൗണ്ട് ആണ്. എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്? ആ കാർബൺ ചെയിനിൽ ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിൽ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 2 butene. Then the third one. 4 കാർബൺ ആറ്റത്തെ 1 2 3 4 4 കാർബൺ ആറ്റംസ് ആണ്. 1 2 ഇവിടെ ഒരു കാർബൺ ഉണ്ട്, 3 4 അല്ലെ? 4 കാർബൺ ആറ്റം തന്നെയാണുള്ളത്. ഈക്വൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണ്. സോ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ബട്ട് ദർ ഈസ് ഡിഫറൻസ് ഇൻ ദ കാർബൺ ചെയിൻ അല്ലെ? ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് രണ്ടാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് മൂന്നാമത്തെ കോമ്പൗണ്ടിലുള്ള ഡിഫറൻസ് എന്താണ്? അവിടെ ഒരു ചെയിൻ വന്നിട്ടുണ്ട്. സോ ചെയിനിലുള്ള കാർബൺ ചെയിനിലുള്ള ഡിഫറൻസ് അവിടെ കാണാം. So it is a chain isomer of C4H8. എന്താണ് ചെയിൻ ഐസോമറിസം? ക്ലിയർ ആയി. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് ഏതായിരുന്നു? ചെയിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊസിഷൻ പറഞ്ഞത് അല്ലെ? പൊസിഷണൽ ഐസോമറിസം. So what do you mean by position isomerism? They are compound. Position isomers are compounds having similar carbon chain but positions of the functional group. ആരുടെ പൊസിഷൻ ആണ്? പൊസിഷൻസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർ സബ്സ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ആർ ഡിഫറെന്റ്. പൊസിഷണൽ ഐസോമറിസത്തിൽ സെയിം മോളിക്കുലർ ഫോർമുല ആയിരിക്കും, ബട്ട് ഡിഫറൻസ് വരുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെയോ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെയോ പൊസിഷനിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെഫിനിഷനിൽ സിമിലർ കാർബൺ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേ ആർ ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല എന്നാണ്. സോ compounds having same molecular formula but different position of the functional group or substituent atoms.
and the phenomenon exhibited by position isomers. ഈ പറയുന്നതാണ് പൊസിഷൻ ഐസോമേഴ്സ്. ഈ പൊസിഷൻ ഐസോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനൻ ആണ് പൊസിഷൻ ഐസോമറിസം. ആ ഡിഫറൻസ് നോട്ട് ചെയ്യണം. ഐസോമേഴ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിനെയാണ്. ഐസോമറിസം എന്ന് പറയുന്നത് ഐസോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനൻ ആണ്. എങ്ങനെയാണ് ഈ പൊസിഷൻ ഐസോമറിസം എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അറൈസ് ചെയ്യുന്നത്? ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ അറ്റാച്ച്മെന്റ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. It involves the attachment of the functional group to different carbon atoms in the carbon chain. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റംസ് ഡിഫറെന്റ് ആകുമ്പോഴാണ് ഈ ഒരു പൊസിഷൻ ഐസോമേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നാമത്തെ കാർബണിലാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഐസോമറിസത്തിൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണിലായിരിക്കും. അങ്ങനെ കാർബൺ ആറ്റത്തിന്റെ പൊസിഷൻ നോക്കിയിട്ട് ഏത് കാർബൺ ആറ്റത്തിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് എന്നതിന്റെ ബേസിസിലാണ് പൊസിഷൻ ഐസോമറിസം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി പറയുന്ന തേർഡ് പോയിന്റ്, അത് ആദ്യം പറഞ്ഞല്ലോ, they are having similar carbon chain, which means they are having same molecular formula. എന്താണ് പൊസിഷൻ ഐസോമേഴ്സ് എന്ന് നമ്മൾ കണ്ടു. ഇനി എന്താ വേണ്ടത്? അതിന്റെ എക്സാമ്പിൾസ് ആണ്. Position isomers of compounds having the formula C3H7Cl. എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഒന്നാമത്തെ കോമ്പൗണ്ടും രണ്ടാമത്തെ കോമ്പൗണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഹിബ, ഹിബ, ഓഡിബിൾ അല്ലേ? ഹിബ, എടാ ഒന്നാമത്തെ മൈക്ക് ഓൺ ആവില്ലേ ഹിബ? യെസ് മാം. ഓക്കെ. ഒന്നാമത്തെ കോമ്പൗണ്ടും രണ്ടാമത്തെ കോമ്പൗണ്ടും 1 ക്ലോറോപ്രൊപ്പൈനും 2 ക്ലോറോപ്രൊപ്പൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇൻ ടേംസ് ഓഫ് ഐസോമേഴ്സ്? ആ രണ്ട് കോമ്പൗണ്ട്സും പൊസിഷൻ ഐസോമേഴ്സ് ആണ്. എങ്ങനെയാണ് അത് പൊസിഷൻ ഐസോമേഴ്സ് ആവുന്നത്? സെയിം മോളിക്യുലർ ഫോർമുലയും ഡിഫറെന്റ് പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ടാകും. ആരുടെ പൊസിഷനിൽ? അത് സ്പെസിഫൈ ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ. ഇവിടെ ആണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ക്ലോറിൻ ആണ്. അതെങ്ങനെയാ ഡിഫറൻസ് വന്നത്? ഫസ്റ്റ് വണ്ണില് ഫസ്റ്റ് കാർബൺ മേല ഉള്ളത്, സെക്കൻഡ് വണ്ണില് സെക്കൻഡ് കാർബൺ മേല. യെസ്, ഓക്കെ ഹിബ. 1 chloropropane and 2 chloropropane. They are position isomers. എങ്ങനെയാണ് ഈ പൊസിഷൻ ഐസോമേഴ്സ് ആണെന്ന് പറയുന്നത്? അതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ ചേഞ്ച് വരുമ്പോഴാണ് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, രണ്ട് കോമ്പൗണ്ട്സിലാണെങ്കിലും there are 3 carbon atoms. 1 2 3 1 2 3. ഒരുപോലെയുള്ള ചെയിൻ ആണ്. 3 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അതുപോലെ 3 + 2 + 2 there are 7 hydrogen atoms. 3 + 1 + 3 7 hydrogen atoms. But there is
ഡിഫറൻസ് ഇൻ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ക്ലോറിൻ എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ അവിടെ ചേഞ്ച് ഉണ്ട്. ഫസ്റ്റ് കാർബണിലാണ് ഈ ആദ്യത്തെ കോമ്പൗണ്ടിൽ ക്ലോറിൻ ഉള്ളതെങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ സെക്കൻഡ് കാർബണിലാണ് ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡിഫറൻസ്. സോ ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ക്ലോറിൻ ആറ്റം. ഇവിടെ ക്ലോറിൻ ആറ്റമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതുകൊണ്ട് ആ ക്ലോറിൻ ആറ്റത്തിന്റെ പൊസിഷനിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് ഇത് പൊസിഷൻ ഐസോമേഴ്സ് ആവുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഹോംവർക്ക് വേണ്ടേ? ഇത് സെയിം തന്നെയാണ് കേട്ടോ. അവിടെ C3H7Cl ആയിരുന്നു. ഇവിടെയാണെങ്കിൽ C3H7Br ആണ്. അതായത് അവിടുത്തെ ക്ലോറിൻ ആറ്റത്തെ ഒരു ബ്രോമിൻ ആറ്റം വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. 1 ബ്രോമോ പ്രൊപ്പൈനും 2 ബ്രോമോ പ്രൊപ്പൈനും. തൊട്ട് മുമ്പ് കാണിച്ച കോമ്പൗണ്ടിൽ ഈ ക്ലോറിൻ ആറ്റത്തെ ഒരു ബ്രോമിൻ ആറ്റം കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഈ കോമ്പൗണ്ട്. 1 ബ്രോമോ പ്രൊപ്പൈൻ. ഇവിടെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ബ്രോമിൻ ആണ്. ആ ബ്രോമിന്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത്? ഏത് കാർബണിലാണ്? ഫസ്റ്റ് കാർബണിലാണെങ്കിൽ ഇറ്റ് ഈസ് 1 ബ്രോമോ പ്രൊപ്പൈൻ. സെക്കൻഡ് കാർബണിലാണെങ്കിൽ 2 ബ്രോമോ പ്രൊപ്പൈൻ. ആൻഡ് ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ്. സെയിം നമ്പർ ഓഫ് കാർബൺ ആണ്, സെയിം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ഒരു ബ്രോമിൻ ആറ്റേ ഉള്ളൂ. എവിടെയാണ് ഡിഫറൻസ് വരുന്നത്? ബ്രോമിൻ ആറ്റത്തിന്റെ പൊസിഷനിലാണ്. സോ ദേ ആർ പൊസിഷൻ ഐസോമേഴ്സ്. ഒരു ഹോംവർക്ക് തരട്ടെ? ക്വസ്റ്റ്യൻ എഴുതിക്കോ. റൈറ്റ് all possible position isomers of the compound butene with molecular formula C4H8. C4H8 എന്നുള്ള മോളിക്കുലർ ഫോർമുല വരുന്ന ബ്യൂട്ടീൻ കോമ്പൗണ്ടിന്റെ പൊസിഷൻ ഐസോമേഴ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതുക. അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ഓക്കെ. നിങ്ങൾക്ക് ഇനി അറിയാവുന്ന ഒരു ഐസോമേഴ്സും കൂടി ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ്. We know isomers are compounds having same molecular formula but different structural formula. ഇനി ഇവിടെ functional group isomers ആണെങ്കിൽ they are compounds having same chemical formula but different functional group attached to them. എന്താണ് പറയുന്നത്? സെയിം കെമിക്കൽ ഫോർമുലയുള്ള കോമ്പൗണ്ട്സ്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിൽ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടും അതിന് സെയിം കെമിക്കൽ ഫോർമുല ഉണ്ടെങ്കിൽ they are known as functional group isomers. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഫിനോമിനൻ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. They are compounds having functional isomers are compounds having same chemical formula but different functional groups attached to them. And the phenomenon exhibited by functional group isomers are known as functional group isomerism. ഈ രണ്ട് കോമ്പൗണ്ട്സ് നോക്കുക. ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? C ഡബിൾ ബോണ്ട് O ആണ്.
സി ഡബിൾ ബോണ്ട് ഒ ആണ് ഈ ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ആൻഡ് ദേ ഹാവ് 3 കാർബൺ ആറ്റംസ്. ഒരു കാർബൺ ആറ്റം ഇവിടെയുണ്ട്. ഈ സി ഡബിൾ ബോണ്ട് ഓയിലുള്ള രണ്ടാമത്തെ കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റം, ദാറ്റ് ഈസ് CH3, സി ഡബിൾ ബോണ്ട് ഒ, CH3, CH3, CO, CH3. It is acetone or propanone. CH3, CO, CH3. Acetone or propanone. Then the second compound, CH3, CH2, CHO, aldehyde functional group. That is propanol. Propanol. Aldehyde is the functional group. There are 3 carbon atoms. CH3, CH2, CHO. ഈ ഫസ്റ്റും സെക്കൻഡും ആ രണ്ട് കോമ്പൗണ്ട്സും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം അവിടെ 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ഫസ്റ്റ് കോമ്പൗണ്ടിലാണെങ്കിലും സെക്കൻഡ് കോമ്പൗണ്ടിലാണെങ്കിലും 3 കാർബൺ ആറ്റംസ് ഉണ്ട്. There are 6 hydrogen atoms and there is an oxygen atom. So C3H6O. This is the chemical formula or molecular formula. C3H6O. So these are the compounds having same molecular formula. But there is difference in the functional group. Functional group il avade difference undu. First compound il C double bond O ketone ആണ്. സെക്കൻഡ് കോമ്പൗണ്ടിലാണെങ്കിൽ CHO ആൽഡിഹൈഡ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ദീസ് 2 ആർ കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല C3H6O, ബട്ട് ദേ ഹാവ് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫസ്റ്റ് കോമ്പൗണ്ടിലാണെങ്കിൽ C ഡബിൾ ബോണ്ട് O കീറ്റോൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സെക്കൻഡ് കോമ്പൗണ്ടിലാണെങ്കിൽ CHO ആൽഡിഹൈഡ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. So they are functional group isomers. മനസ്സിലായോ? ഇതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? ചെയിൻ ഐസോമർസത്തിൽ നമുക്കൊരു ഹോംവർക്ക് ഉണ്ട്, പൊസിഷനിലുണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിലുള്ള ഹോംവർക്ക്. റൈറ്റ് ഓൾ പോസിബിൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളിക്കുലർ ഫോർമുല C2H6O. C2H6O. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെയാ അത് അറ്റൻഡ് ചെയ്യാം? C2H6O ആണ് അല്ലേ? There are 2 carbon atoms. 2 carbon atoms ഉണ്ട്. 6 hydrogen atoms are there and there is an oxygen. ഒരു ഓക്സിജൻ വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരു ഓക്സിജൻ ആറ്റം വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നോക്കുക. ആ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ ഈ C2H6 എന്നുള്ള ഫോർമുല നമുക്ക് മാച്ച് ചെയ്യോ? നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഒരു ഓക്സിജൻ ആറ്റം വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മുടെ സ്ട്രക്ചറിലേക്ക് വന്നാൽ C2H6 എന്നുള്ള നമ്പേഴ്സ് അതുമായിട്ട് ഓക്കെ ആണോ, മാച്ചിങ് ആണോ എന്ന് നോക്കുക. അങ്ങനെ C2H6Oയുടെ പോസിബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, ആൻസേഴ്സ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്ന് സ്ട്രക്ചറൽ സ്റ്റീരിയോ ഐസോമർസ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് വി ഹാവ് ക്ലാസിഫൈഡ് സ്റ്റീരിയോ ഐസോമർസം ഇൻടു 2 ഐസോമർസത്തിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. സോറി കേട്ടോ. ഐസോമർസ് എന്താണെന്ന് കണ്ടു, സ്റ്റീരിയോ കെമിസ്ട്രി എന്താണെന്ന് കണ്ടു, ഐസോമർസ് എന്താണെന്ന് കണ്ടു. ആ ഐസോമർസത്തിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, സ്ട്രക്ചറൽ ഐസോമർസവും സ്റ്റീരിയോ ഐസോമർസവും. ഇനി അതിൽ സ്ട്രക്ചറൽ ഐസോമർസം നമുക്ക് കുറെ ടൈപ്സ് ഉണ്ടായിരുന്നു. സ്ട്രക്ചറൽ ഐസോമർസ് നമുക്ക് കുറെ ടൈപ്സ് ഉണ്ടായിരുന്നു. അതിൽ 5 ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പ്. അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.
ഇതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ മൂന്നെണ്ണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു.